രണ്ടാമത് ഞാൻ മാറ്റി ക്ലിക്ക് ചെയ്തു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അതിനുള്ളിൽ തന്നെ മാതാവിനടുത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു കാര്യം ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട, നീ പേടിക്കണ്ട, നീ പാസ്സാവും എന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഈ ഓപ്ഷൻ എല്ലാം ക്ലിക്ക് ചെയ്ത് പിന്നെ എല്ലാം തീർന്നു. 100 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു. എല്ലാവരും റീചെക്ക് ചെയ്യുക. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അവിടെ ഇരുന്ന് ആ കമ്പ്യൂട്ടറിനകത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷണ പ്രാർത്ഥനയും മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ സമയം തീർന്നു. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. എല്ലാവരും എളുപ്പമാണെന്ന് പറഞ്ഞു. എനിക്കെങ്ങനെ എളുപ്പവും പാടുവാന്നത്? കാരണം ഞാൻ പഠിച്ചില്ലല്ലോ. ഞാൻ പഠിച്ചത് ഈശോയുടെ വചനങ്ങളാണ്, എഴുതിയതും വചനങ്ങളാണ്, കേട്ടത് സാക്ഷ്യമാണ്. പിന്നെ ഞാൻ എങ്ങനെ പറയും? ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്കറിയത്തില്ല, മാർക്ക് വന്നാലേ എനിക്കറിയത്തുള്ളൂ. ഞാനിങ്ങനെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം 2 മിസ് കോള്. ഞാനിങ്ങനെ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ആയിരിക്കും എടുക്കണ്ടെന്ന്. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വിളിച്ചപ്പോഴത്തന്നെ ഞാൻ അന്ന് പൈസ കൊടുത്ത അപ്പൂപ്പൻ എന്നെ വിളിച്ച്, മോളെ ഞാൻ കൃപാസനത്തിൽ ഇരിപ്പുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി, എല്ലാവരും സാക്ഷ്യത്തിലൊക്കെ പറയും പരീക്ഷയൊക്കെ എഴുതുമ്പോൾ മക്കൾക്ക് വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിച്ച്. പക്ഷേ എനിക്ക് എൻ്റെ ആരുമല്ലാത്തൊരു മനുഷ്യൻ എനിക്ക് വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു.